ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. താൻ പറഞ്ഞ കാര്യങ്ങള് വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അപ്പോഴും വലിയൊരു പ്രശ്നമുണ്ട്. ഈ പാടത്ത് പണിയെടുക്കുന്നവർക്ക് നിത്യക്കൂലി കിട്ടിയേ പറ്റൂ. അവൾ അവളുടെ ജോലിക്ക് വന്നു, അവൾ അവളുടെ വഴിക്ക് അങ്ങ് പൊയ്ക്കോളും. കണ്ട, അവൾ അവളുടെ വഴിക്ക് പോകുന്നല്ല. ദാ വന്നു. ഹലോ ഉത്തര. ഹരി, ഉറക്കായി പോയോ? ഇല്ല, പറഞ്ഞോളൂ. എനിക്ക് നാളെ രാവിലെ ഹരി ഒന്ന് കാണണമല്ലോ. നാളെ രാവിലെ? ആ, നാളെ രാവിലെ ഞാനും നിത്യമൊക്കെ പാടത്തുണ്ടാവും. അല്ല, തനിക്ക് അങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ വന്നോളാം. എങ്കിലും ഓക്കെ. തന്റെ ആഹാരമൊക്കെ കഴിഞ്ഞോ? എവിടുന്ന മാഷെ, ഞാനിങ്ങനെ ഓരോ സ്ഥലത്തുനിന്നും തെണ്ടി തിന്നാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഫിനിഷ് ചെയ്ത് വീട്ടിൽ കയറണം. അപ്പൊ ഓക്കെ, നാളെ കാണാം. എന്നാ ശരി, നാളെ കാണാം. ഗുഡ് നൈറ്റ്. ആ, ഈ നാളെ രാവിലെ ഉത്തരയ്ക്ക് നമ്മളെ ഒന്ന് കാണണമെന്ന്. നിക്ക്, കാണണെന്ന് പറഞ്ഞതേ ഹരിയെ മാത്രമാണ്. പിന്നെ കൂടുതൽ എന്നെയും ചേർത്തു. അതല്ലേ സത്യം? എന്താ മോനെ മറുപടി പറയാത്തത്? എന്നെ ആരും അങ്ങനെ കൊത്തിക്കൊണ്ടുപോകാൻ പോകുന്നില്ല കേട്ടോ. വരൂ. ആ ശരി. അവിടെയാ. ആ, ഹരി, ഒന്നിങ്ങ് വാ. ഇങ്ങ് വന്നേ. നമുക്ക് അങ്ങോട്ട് പോയല്ലേ ചേച്ചി? ഞങ്ങളൊന്നേ അതുവരെ പോയിട്ട് വരാം. ദേ, ആ ഭാഗത്തേക്ക് വെട്ടിക്കോ. ഹരി, ഉത്തര നേരെ ഇങ്ങോട്ടാ പോന്നേ. അപ്പൊ പിന്നെ ഞാനും വന്നു. ഓ, അല്ല, എന്താ ഉത്തര കാണണമെന്ന് പറഞ്ഞത്? ഹരി, എന്റെ ഈ ലോങ് ലീവിന്റെ കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ ചുമ്മാ ഇരിക്കായിരുന്നില്ല. ഒരു പൊടി ഗവേഷണത്തിനിറങ്ങി നമ്മുടെ ഈ കാർഷിക വിപ്ലവവും കാര്യങ്ങളും നന്നായിട്ട് പഠിച്ചെന്നർത്ഥം. അതിലേറ്റവും കൂടുതൽ എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയത് പഞ്ചാബിലും ഹരിയാനയിലുമൊക്കെ കൃഷിക്കാർ പരസ്പരം നടപ്പിലാക്കിയെടുത്ത പല പദ്ധതികളാണ്. എനിക്കത് താനുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എടോ, താനീ പറയുന്ന വലിയ സ്കീമിലുള്ള കാര്യങ്ങളൊന്നുമല്ല ഇവിടെ നടക്കുന്നത്. തനിക്കറിയാലോ. ഹരി,
Think big. വലിയ വലിയ കാര്യങ്ങൾ ചിന്തിച്ചാലേ നമുക്കൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റൂ. നിത്യത്തൊഴിൽ പോലെ പാടത്ത് പണിയെടുക്കുക, കൊയ്യുന്ന കൂലി പങ്കിട്ടെടുക്കുക എന്ന് പറയുന്ന പോലെ ഇറ്റ് ഈസ് സിമ്പിൾ തിങ്. അല്ല, ഉത്തരം എന്താ ഉദ്ദേശിക്കുന്നേ? സി, അവിടെയുള്ളവരൊക്കെ കർഷകരുടെ ഒരു കൂട്ടായ്മ അവർ സംഘടിപ്പിക്കും. അതിനുശേഷം അവരെല്ലാം കൃഷി ചെയ്യുന്ന സാധനങ്ങൾ ഒന്നിച്ച് വിൽപ്പന നടത്തും. സത്യത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങളിലേക്ക് ഇറങ്ങി വന്ന കോർപ്പറേറ്റുകളെ പ്രതിരോധിക്കാൻ വേണ്ടിയാ അവരങ്ങനെ തുടങ്ങിയത്. പക്ഷെ ചില കൂട്ടായ്മയൊക്കെ വൻ വിജയാണ്. കൃഷി സേഫാണ്, കൃഷിക്കാരും സേഫാണ്. അവർക്കൊക്കെ സാധാരണ കിട്ടുന്നതിനേക്കാൾ 5-10 ഇരട്ടിയാ വരുമാനം. അതിന്റെ അർത്ഥം അവിടുത്തെ കൃഷിക്കാർ സമ്പന്നരായി മാറിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് അത് കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നി. പക്ഷേ അവിടുത്തെ സാഹചര്യം അല്ലല്ലോ ഇവിടെ. പൊതുവെ പറയുന്നത് കേരളത്തിലെ കൃഷിക്ക് അത്ര സാഹചര്യം ഇല്ലെന്നുള്ളതല്ലേ? എന്തുകൊണ്ടാ? ഹരിയെ പോലെയും നിത്യയെ പോലെയും ആരെങ്കിലും ഒന്ന് പാടത്തുണ്ടോ? പണിയെടുക്കാൻ കഴിയുന്നവര് മാത്രം പാടത്തുണ്ടായ പോരാ, ചിന്തിക്കാൻ ശേഷിയുള്ളവരും ഉണ്ടാവണം. നിങ്ങൾ ഒരു കാര്യം നോക്കോളൂ, നാടൻ എന്നൊരു വാക്കിന് നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നല്ല വിലയുണ്ട്. ഒരു സാധനം ജെനുവിൻ ആണെന്ന് അവർക്ക് തോന്നിയാല് എത്ര കിലോമീറ്റർ വണ്ടി ഓടിച്ചായാലും എത്ര പണം ചെലവാക്കിയിട്ടായാലും അവരത് വാങ്ങാൻ ഓടിയെത്തും. നമുക്ക് അങ്ങനെ ഒരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലേ? ചെറിയ തോതിലാണെങ്കിലും ഇഷ്ടം പോലെ കൃഷി നടക്കുന്നുണ്ടല്ലോ. ഭാർഗവൻ സാറും ഹരിയും ഒക്കെ അവരോടൊന്ന് സംസാരിച്ചാൽ മതി. എല്ലാരും ഒന്നിച്ചു ചേർക്കാൻ പറ്റില്ലേ? അത് ശരിയാ. ഞാനിതിപ്പോ ഒരു പോസിബിലിറ്റി ആയിട്ട് പറയാ. കൃഷിയെക്കുറിച്ച് ഹരിയുടെ ഐഡിയാസ് എനിക്ക് വളരെ മുന്നേ അറിയാലോ. തനിക്കിത് പറ്റും. ഒരു കാര്യം താൻ ഉറപ്പിച്ചോ, ഇങ്ങനെ ഒരു മുന്നേറ്റം ഉടനെ ഉണ്ടാവുകയാണെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കർഷകർ അത് ഏറ്റുപിടിക്കും. അതിന്റെ തുടക്കക്കാരനായിട്ടാവും ഹരി അറിയപ്പെടുക. അതിന്റെ പേരിൽ എനിക്കിനി പേരും പ്രശസ്തിയൊന്നും വേണ്ട. താൻ പറഞ്ഞ കാര്യങ്ങള് വലിയ കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അപ്പോഴും വലിയൊരു പ്രശ്നമുണ്ട്. ഈ പാടത്ത് പണിയെടുക്കുന്നവർക്ക് നിത്യക്കൂലി കിട്ടിയേ പറ്റൂ. നമ്മൾ ഈ ഉൽപ്പന്നങ്ങളൊക്കെ ശേഖരിക്കുക, വിൽക്കുക, അതിന്റെ പണമൊക്കെ ശേഖരിക്കുക എന്ന് പറയുന്നതേ അതിത്തിരി സമയമെടുക്കുന്ന കാര്യമല്ലേ? എടുക്കും. അതിനൊരു 30 മുതൽ 45 ദിവസത്തെ സമയം കണക്കാക്കണം. കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. ഇതിനെല്ലാം കേന്ദ്രീകരിക്കാൻ ഒരു സ്ഥലം വേണം, വാഹനങ്ങൾ വേണം, തൊഴിലാളികൾക്ക് അതാത് ദിവസം കൂലി കൊടുത്ത് കൂടെ നിർത്തണം. എന്ന് പറഞ്ഞ ഒരു വലിയ തുക തന്നെ